അല്ല, ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണല്ലോ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആ പട്ടികയെക്കുറിച്ച് നല്ല അഭിപ്രായം അല്ലാതെ മോശപ്പെട്ട അഭിപ്രായം എനിക്ക് പറയാനാവില്ലല്ലോ. നോമിനേഷൻ കൊടുക്കുന്ന തീയതി പ്രഖ്യാപിച്ചല്ലോ. അപ്പൊ നോമിനേഷൻ കൊടുക്കുന്ന സമയമാകുമ്പോൾ എല്ലാ പട്ടികയും പുറത്തു വന്നിരിക്കും. അല്ല, ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണല്ലോ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആ പട്ടികയെക്കുറിച്ച് നല്ല അഭിപ്രായം അല്ലാതെ മോശപ്പെട്ട അഭിപ്രായം എനിക്ക് പറയാനാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ പട്ടിക മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ജനവിഭാഗത്തെയും സംതൃപ്തിപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇത്തവണ LDFന്റെ കയ്യിലിരിക്കുന്ന അധികാരം പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളായി അവർ വരും ദിവസങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബാക്കിയുള്ള സീറ്റുകളിലെ തർക്കം തുടരുന്ന സ്ഥലങ്ങളിൽ പലതും ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാൻ എന്താണത്? കോൺഗ്രസ് ഒരു ഏകാധിപത്യ പാർട്ടി അല്ലല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ജനാധിപത്യ പാർട്ടിയിൽ സ്വാഭാവികമായി അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികം മാത്രമാണ്. ആ അഭിപ്രായങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് വേണം ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പട്ടിക തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പട്ടിക 55 പേരുടെ പുറത്തു വന്നു. താമസം വിന ബാക്കിയുള്ള ആളുകളുടെ പട്ടിക കൂടി പുറത്തു വരും. പുറത്തു വരുന്നതോടുകൂടി ആളുകളുടെയൊക്കെ സംശയം ദൂരീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് എന്റെ ഉത്തമ വിശ്വാസം. മറ്റ് രണ്ട് പാർട്ടികളൊക്കെ വന്നതിന് ശേഷം വളരെ വൈകിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പട്ടിക വരുന്നത്. അപ്പോൾ അതൊരു പ്രചാരണത്തിൽ പുറകോട്ടായി എന്നുള്ളൊരു തോന്നലുണ്ടോ? അങ്ങനെയില്ലല്ലോ. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം മുതൽ അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള പ്രഖ്യാപനം മാത്രമാണ് വൈകിയത്. അതേസമയം ഏത് സ്ഥാനാർത്ഥി ഏത് മണ്ഡലത്തിൽ പോയാലും അവിടുത്തെ പാർട്ടി അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. കാരണം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിയും മുന്നണിയുമാണ് ചെയ്യേണ്ടത്. പാർട്ടിയും മുന്നണിയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ഒരു വിഷയം ഈ മുന്നണി സംവിധാനത്തിലില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ഒരു റോഡ് ഷോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാമ്പയിനിൽ LDFന്റെ ഒരു മേധാവിത്വം അതെങ്ങനെ മറികടക്കും? പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1957 കേരളത്തിലെ ഒന്നാമത്തെ മുഖ്യമന്ത്രി തൊട്ട് ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരാരും നടത്താത്ത ഒരു റോഡ് ഷോ. എത്ര കാറുകളാണ് അദ്ദേഹത്തിന് അകമ്പടി, എത്ര പോലീസ് വാനുകളാണ്. അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള റോഡ് ഷോ ആണ് അധികാരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റോഡ് ഷോയേക്കാൾ വലിയ റോഡ് ഷോ ഒന്നും അല്ല ഇന്ന് ധർമ്മടത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ എൽദോസ് കുന്നപ്പള്ളി ഈ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പോകുമെന്ന് പറയുന്നു. സുധാകരന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമാവുന്നില്ല. അനുനയ ചർച്ചകളൊക്കെ പാടുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഇനി എന്തായിരിക്കും അക്കാര്യത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് പാർട്ടി ഇത്തവണ MPമാരാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ പാർട്ടി അടിയുറച്ചു നിൽക്കുന്നു എന്നാണ് എന്റെ ഉത്തമ വിശ്വാസം. ആ തീരുമാനം പുനഃപരിശോധിക്കുന്നെങ്കിൽ മാത്രമാണല്ലോ ഒരു MPക്ക് മത്സരിക്കാൻ അവസരം കിട്ടുക. അപ്പോൾ ആദ്യം തൊട്ടേ പാർട്ടി പറഞ്ഞിട്ടുണ്ട് MPമാർക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുന്നതല്ല. ആ തീരുമാനം പുനഃപരിശോധിക്കാത്തിടത്തോളം കാലം ഒരു MPക്കും സീറ്റ് ചോദിക്കാനുള്ള അർഹതയോ അവകാശവും ഇല്ല.